ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പിന്നെ അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ പെരുമ്പാവൂർ പർച്ചേസിങ്ങിന് പോകണ ഇടിയായിട്ടാണ് കേട്ടോ. കല്യാണത്തിൻ്റെ പർച്ചേസിങ്ങാണേ. അപ്പം നമ്മൾ പോയത് നേരെ ഓപ്ഷൻസിലേക്കാണ്. പെരുമ്പാവൂർ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാമല്ലേ, ഓപ്ഷൻസിലേക്കാണ് നമ്മൾ പോയത്. അവിടെ ചെന്നു. അപ്പോൾ നിസാമോക്കാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഡ്രസ്സ് നോക്കണത്. ഫസ്റ്റ് നിസാമോക്ക് നോക്കിയെങ്കിലും നിസാമോക്ക് അവിടെ ഒരു അവൾ ഉദ്ദേശിച്ചതുപോലത്തെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ അത് ഇട്ടു. പിന്നെ എനിക്ക് നോക്കണം കേട്ടോ. എനിക്ക് പർദ്ദയിൽ അപ്പം അങ്ങനെ ഗൗൺ പോലത്തെ ഒരു പർദ്ദയൊക്കെ നോക്കി. പക്ഷേ ഏതാണ് എടുത്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ 2-3 നോക്കി കേട്ടോ ഞാൻ ഏതാണ് എടുത്തതെന്നൊക്കെ. ഇനി ഏതായാലും കുറച്ച് ദിവസം കൂടി ഉള്ളൂ, അപ്പോഴൊക്കെ കാണാമല്ലോ. ഞാൻ ഓരോ ദിവസത്തെയും വീഡിയോകൾ ഇങ്ങനെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണേ. ഞാൻ ഇട്ട ചേരുമില്ല എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഓപ്ഷൻസിൽ നിന്നാണ് കുറച്ചൊക്കെ പർച്ചേസ് ചെയ്ത്. പിന്നെ എനിക്കുള്ളത് ഓപ്ഷൻസിൽ നിന്ന് കിട്ടി കേട്ടോ. എനിക്കുള്ളത് ഓപ്ഷൻസിൽ നിന്ന് കിട്ടി. അത് നമ്മളെടുത്തിട്ട് നമ്മളവിടെ നിന്ന് പോരാണ്. പിന്നെ നിസാമോക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ നിസാമോളും ഞങ്ങളും അടുത്തത് വന്നത് ഇവിടെ നമ്മുടെ പെരുമ്പാവൂർ തന്നെ ഷീലോഞ്ചിലാട്ടോ. ഷീലോഞ്ചിൽ നിന്നാണ് നിസാമോക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ 2-3 ദിവസമായി എടുത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഷീലോഞ്ചിൽ വന്നേക്കാണ്. അപ്പോൾ നിസാക്ക് അങ്ങനെ വെട്ടെന്നൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടെന്നൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നൊരു ടൈപ്പല്ല. അവളൊന്നും ഇങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മോഡലൊക്കെ വന്നം കിട്ടും. നമുക്ക് പെരുമ്പാവൂരിൽ നിന്ന് തന്നെ അത് കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെ കേട്ടോ. എനിക്ക് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഞാൻ വിചാരിച്ചതൊന്നും അല്ലായിരിക്കും കിട്ടുന്നത്. പക്ഷേ അഭിപ്രായം മാറുന്നതനുസരിച്ച് എനിക്കത് ഇഷ്ടമാവും കേട്ടോ. എനിക്കിങ്ങനെ ഒരുപാട് കടയിലൊന്നും കയറി ഇറങ്ങി നടക്കുന്നത് എനിക്കിഷ്ടവുമല്ല. ഈ മാറ്റാൻ കൊണ്ടുപോകുന്ന പരിപാടിയും എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയും എടുത്തതാണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ രണ്ടാമത് മാറ്റാൻ കൊണ്ടുവരുന്ന പരിപാടിയേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. പെരുമ്പാവൂർ പോയാൽ എന്താണോ ഫുഡ് കഴിക്കാണ്ട് വീട്ടിലേക്ക് വരാൻ പോരൂല, തോന്നൂല. അപ്പോൾ അതാ നിസാമൊരു ബട്ടർ നാനോ നീയാ ഒരു പാനിപ്പൂരി അല്ലല്ലോ, അയ്യോ ബട്ടൂരിയൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ മസാല ദോശയൊക്കെയാണ് കഴിച്ചത്. നമ്മൾ ശരവണ ഭവനിലാണ് കേട്ടോ. പിന്നെ ചേർന്ന് തന്നെ ഉള്ളത് ശരവണ ഭവനാണ്. അത് കാരണം അവിടെ കയറി കേട്ടോ. അങ്ങനെ കയറിയൊക്കെ പോന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതിപ്പോൾ പോനെ ഇതാട്ടോ. അപ്പോൾ അവിടെ കാർ പാർക്ക് ചെയ്യാനായിട്ട് കുറച്ചങ്ങ് ദൂരേക്കാണ് കാറ് നീ പാർക്ക് ചെയ്തേക്കുന്നത്. അന്നേരം നിങ്ങളിവിടെ നിന്നാൽ മതി, ഞാൻ കാർ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പോണതാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ നാളെ ഒരു ലൈവ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഒന്നും ഇടുന്നില്ല. ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവർ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ വൈകുന്നേരം ഇടാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഉള്ളവരെയൊക്കെ കാണാമല്ലോ. അങ്ങനെയൊക്കെ കേട്ടോ. ഈ പിള്ളേർക്ക് ഞാനിപ്പോൾ ഒരു ടൈം പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ പോയത് നമ്മൾ ചെരുപ്പ് വാങ്ങിക്കാനാണ് കേട്ടോ. ചെരുപ്പ് നിസാമോക്ക് ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് കോളേജിൽ ഡെയിലി യൂസിനായിട്ട് പറ്റിയ ചെരുപ്പാട്ടോ നോക്കുന്നത്. അന്നേരം അത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഓരോ ചെരുപ്പൊക്കെ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഷൂ ഇഷ്ടം. ഫുൾ ഷൂ അല്ല, ഓപ്പൺ ഷൂ ഇല്ലേ, ഫ്രണ്ടൊക്കെ കവർ ചെയ്ത്, അതാണ് ഞാൻ അങ്ങനത്തെ ആയിരുന്നു കേട്ടോ ഒരിടക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ എപ്പോഴും യാത്രയൊക്കെ ആയപ്പോഴാണ് ഇതിലേക്കൊക്കെ ഇങ്ങനെ മാറിയത് കേട്ടോ. അപ്പോൾ ഈ ചെരുപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ പക്ഷേ ഇതെനിക്ക് കിട്ടിയില്ല. ഇതിൻ്റെ സൈസ് എനിക്ക് ഇച്ചിരി വലുത് വേണമായിരുന്നു, അതുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ. അപ്പോൾ ഞാനത് കൊണ്ടുപോയി വെച്ചിട്ടും ഞാൻ പറയുന്നത് നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഒരു വർക്കൊക്കെ നല്ല കളറൊക്കെ ആയിരുന്നു. അപ്പോൾ നീ അതെടുത്തോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സൈസ് വലുതുണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ നമ്മളെടുത്തില്ല കേട്ടോ. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെയാണ്. അവിടെ ആങ്ങളെയും പെങ്ങളും ചെരുപ്പൊക്കെ സെലക്ട് ചെയ്യലേക്കാണ് കേട്ടോ. അവിടെ അവർ രണ്ടുപേരും, ഞാൻ അങ്ങ് മാറിയിരിക്കുള്ളൂ. അവർ എന്താണെന്ന് വെച്ചാൽ സെലക്റ്റൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ. പിന്നെ ഇനി നമ്മളിതാ 2-3 ദിവസത്തേക്ക് ഇനി ബിസി ആയിരിക്കും കല്യാണത്തിരക്കിലേക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിസായൊക്കെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാൻസ് ഇവിടെ പെങ്ങന്മാരുടെ മക്കളും എല്ലാവരും ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളൊക്കെ കൂടി ഡാൻസ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ കാണാം കേട്ടോ.